ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിഡിലൻ ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഹൈപ്പൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ക്യാബേജാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാബേജിൻ്റെ പുറം ഭാഗത്തുള്ള ഇല ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് വെള്ളം വാർത്തെടുക്കണം. അതിനുശേഷം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. കൂടെ തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു പച്ചമുളകും ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ടെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം ഒരു ലേശം മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ഒട്ടും വെള്ളം ഇല്ലാതെ നമ്മളിതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇനി ആ സമയത്ത് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ക്യാബേജിൻ്റെ ഇല ഓരോന്നായിട്ട് എടുക്കാം. അതിലേക്ക് ഈ മസാലക്കൂട്ട് ഓരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഈ ക്യാബേജിൻ്റെ ഇലയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നല്ല രീതിയിലൊന്ന് മടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് മടക്കി വെക്കണം. ഒരു 5 ഇല ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ അതുപോലെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. കൂടുതലൊന്നും പൊരിച്ചെടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് അടിഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടെടുത്ത് എടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.